ഇത് നമ്മൾ അടുത്ത് പറഞ്ഞ റെഡ് സിന്ധി, ലാൽ സിന്ധി എന്ന് ഹിന്ദിയിൽ പറയും. ഇതിൻ്റെ ഒറിജിൻ ശരിക്ക് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ, സിന്ധ് ജില്ലയിൽ. സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ തിരുമേനിയുടെ, നമ്മുടെ ഹരിശങ്കർ തിരുമേനിയുടെ ഒരു ഫാമിനെ, നാടൻ പശുക്കളുടെ ഫാമിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് തന്നിരുന്നു. നിങ്ങളത് ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. ഒരുപാട് സന്തോഷം. ഞാൻ തിരുമേനിയുടെ ഇവിടെ വന്നപ്പോൾ തിരുമേനിയുടെ അറിവ് നിങ്ങൾക്ക് കുറച്ചുകൂടി പകർന്നു നൽകുക എന്നുള്ളൊരു കർത്തവ്യം കൂടി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഉത്തരേന്ത്യൻ ബ്രീഡുകളായിട്ടുള്ള സഹിവാള്, ഗിർ, റെഡ് സിന്ധി, ഈ 3 പശുക്കളുടെയും വ്യത്യാസം എന്താണെന്നും അവയുടെ പ്രത്യേകത എന്താണെന്നുമാണ് ഈ ആഴ്ചയിലെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ തിരുമേനി കഴിവതും പശുക്കളെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പശുക്കളുടെ ഒരു ഗുണങ്ങൾ പരമാവധി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ വീഡിയോയിലൂടെ നമുക്കിതൊന്ന് ചോദിച്ചു നോക്കാം. കാരണം എന്താ വെച്ചാൽ പല ആളുകൾക്കും സംശയങ്ങളുണ്ട്, ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ എന്താണ്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളതെല്ലാം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലൂടെ ഈ 3 എണ്ണത്തിൻ്റെയും പ്രത്യേകതയും അവയുടെ വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാം. ആദ്യമായിട്ട് നമ്മൾ ഗിറിൻ്റെ പ്രത്യേകതകൾ നോക്കാം, അതിന് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ. തിരുമേനി, ഞാൻ ഒരു കാര്യം ചോദിച്ചത്, നമ്മൾ ഗിറിനെ പറ്റി പറയുമ്പോഴേ, ഗിർ ശരിക്ക് വടക്കേ ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ശരിക്കും കാണപ്പെടുന്നത്? ഗിർ ശരിക്ക് ഗിർ വനങ്ങളിൽ, ഗുജറാത്തിലത്തെ ഗിർ വനങ്ങളിൽ ഉരുത്തിരിഞ്ഞ പശുവാണ്. ഇപ്പം സത്യത്തിൽ ഗിർ വനങ്ങളിൽ പശുക്കളില്ല എന്ന് പറയാം. അതിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അത് കാട്ടി എന്ന ബ്രീഡിലാണ് അറിയപ്പെടുക അവിടെ, ഗിർ വനത്തിലോട് ചേർന്നുള്ളത്. അതിനൊരു ദിവസം 4 ലിറ്റർ മുതൽ മാക്സിമം 6 ലിറ്റർ വരെ ഒരു ദിവസം പാലുൽപാദനമുള്ളൂ. അത് ശരിക്കും വന്യമായിട്ടുള്ള പശുവാണ്, കാട്ടുപശു തന്നെയാണ്. അതിനെ ജനങ്ങളോട് വളർത്തുന്നുണ്ടോ? അത് ഈ ഗിർ വനങ്ങളുടെ സമീപത്തുള്ളവർ ഇപ്പോഴും വളർത്തുന്നുണ്ട്. അവരിപ്പോഴും അതിലേക്ക് കാട്ടിലേക്ക് മേയ്ക്കാൻ വിട്ടിട്ട് തന്നെ വളർത്തുന്നത്. അത് നിലവിൽ നമ്മളിവിടെ കാണുന്ന ഗിറിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം തോന്നിക്കാറുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു അത് ഈ ആകാരത്തിലൊക്കെ ഒരേ പോലെ തന്നെയാണ്, പക്ഷേ പാലുൽപാദനത്തിൽ മാത്രമാണ് കുറവുള്ളത്. പിന്നെ വലിപ്പത്തിരി കുറഞ്ഞിരിക്കും. ഒരു നാടൻ പശുവിന്റെ ഒരു 1.20 അതൊക്കെ സെയിം തന്നെ, പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയില്ല. കാട്ടി എന്ന ഇനാണത്. കുറച്ചൊരു വൈൽഡാണത്. നമ്മുടെ വില്വാദ്രി പശുക്കെ പോലെ. വില്വാദ്രി എല്ലാം വൈൽഡല്ല, പക്ഷെ എന്നിരുന്നാലും മേഞ്ഞു നടന്ന് തിന്നൊക്കെ കുറച്ചൊരു അഗ്രസീവുള്ള പശുക്കളാണ്. ഈ ശരിക്ക് ഗിർ വനാന്തരങ്ങളിൽ നിന്ന് ഗുജറാത്തിന്റെ മറ്റു മേഖലയിലേക്ക് പോന്നാൽ നമുക്ക് എത്ര ഇനം ഗിറുകളെയാണ് കാണാൻ പറ്റുന്നത്? 14 തരം ഗിർ പശുക്കളുണ്ട്. 14 തരം. അതെല്ലാം ഇതിന്ന് ഉരുത്തിരിച്ചെടുത്തതാണ് അവര്. അതിൽ ഏറ്റവും പഴയത് ജസ്ഡൻ ബ്ലഡ് ലൈനാണ്. ജസ്ഡൻ രാജാവിന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ഒരു സെക്കൻഡ് ചോദിക്കട്ടെ, ഉരുത്തിരിച്ചെടുത്തതാണെന്ന് പറയുമ്പോഴേ ഇത് വേറെ ഏതെങ്കിലും ബ്രീഡിനോട് ചേർന്ന് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്? അങ്ങനെയല്ല, അവര് തന്നെ അവിടുത്തെ തന്നെ ഈ ആദ്യകാലങ്ങളിൽ പല ഗുജറാത്തിന്റെ പല സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ട് ആ ഒരു കാലാവസ്ഥയായിട്ട് ഇണങ്ങി അങ്ങനെ ഉരുത്തിരിച്ചെടുത്ത. പിന്നെ ഇവര് ആ 2 ഇനത്തിനെ കൂട്ടിച്ചേർത്ത് പുതിയൊരു കുറച്ചും കൂടിയും പാലുൽപാദനം കൂടിയതും ഗുണനിലവാരം കൂടിയതും വംശശുദ്ധിയുള്ളതും കൂടി ആക്കി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗുജറാത്തിലെ അതെ അതെ രാജാവായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ അടുത്ത് ഓൾഡ് ബ്ലഡ് ലൈൻ എന്ന് പറയും. ബ്രസീലിലേക്കൊക്കെ അദ്ദേഹമാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെതാണ് കൊണ്ടുപോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബ്രീഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് ബാക്കിയുള്ളതെല്ലാം. ഏകദേശം 14 തരം ഉണ്ട്. ഓ ശരി, 14ഓളം ബ്രീഡ് ഉണ്ട് ഗിറിൽ തന്നെ. അതില് പൊതുവേ നമ്മൾ കാണപ്പെടുന്ന അത് കോമൺ ആയിട്ടുള്ളത് ഏതാണ്? പൊതുവേ ഒന്ന് ജസ്ഡൻ, പിന്നെ ഭാവ്നഗർ, പിന്നെ ബാദ്വ ബ്ലഡ് ലൈൻ, പിന്നെ ഗോണ്ടൽ എന്ന ഇനം, പിന്നെ രാജ്കോട്ട് ഇനുണ്ട്, പിന്നെ കാട്ടി എന്ന പഴയ ഒരു ജനുസ്, പിന്നെ ഗംഗാനഗറുണ്ട്, ജയാനഗറുണ്ട്. അങ്ങനെ 2-3 തരം. പിന്നെ ഇതിൽ തന്നെ വെള്ളയും കറുപ്പും അല്ലെങ്കിൽ വെള്ളയും ബ്രൗണായിട്ട് അപൂർവമായിട്ട് ജനിക്കും.
അതൊരു ലിലിഡി എന്നതിനായിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഗുജറാത്താണ് ഗിറിന്റെ ജന്മദേശമായിട്ട് നമ്മൾ പറയുന്നെങ്കിൽ അതെ, രാജസ്ഥാനിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് ഗിറിനെ കാണാൻ കഴിയാറ്. അത് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളതാണ്. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവർ ബ്രീഡിങ് ചെയ്യുന്നതാണ്. അല്ലാതെ ഇത് ഡെവലപ്പായിട്ട് അങ്ങോട്ട് അല്ലല്ല ഉരുത്തിരിഞ്ഞാണ് പോയതല്ല. അല്ലല്ല, ആളുകൾ കൊണ്ടുപോയിട്ട് അങ്ങനെ ഉണ്ടാക്കണതാണ്, ഉണ്ടാക്കിയത് തന്നെയാണ് അല്ലേ? അതില് കാങ്കർജ് എന്ന ഇനം മാത്രമാണ് രാജസ്ഥാന്റെ ഗുജറാത്തിന് വേറെ വേറെ ഉള്ളൂ. ഒറിജിനൽ കാങ്കർജ് ഗുജറാത്തിലെ കച്ചിലാണുള്ളത്. കച്ച്, ബണ്ണി ആ മേഖലയിലാണ് കൂടുതലുള്ളത്. രാജസ്ഥാനിലുള്ളത് കുറച്ചുകൂടിയും വെറൈറ്റി ഉണ്ട്. ശരിക്കും കാങ്കറേജ് രാജസ്ഥാനിലുണ്ട്, ഗുജറാത്തിലും. അത് രണ്ടും ബോർഡറാണ് തമ്മിൽ. ബോർഡർ ഏരിയ ആയതുകൊണ്ട് രണ്ട് സംസ്ഥാനത്തും ഉണ്ട്. പക്ഷെ ഒറിജിനൽ കച്ചിലാണുള്ളത്. കച്ചിലാണ്, ഗുജറാത്തിലെ കച്ചിലാണ് ശരിക്കും. അതെ, അത് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഗുജറാത്തിനെയാണ് ഇത് ചെയ്യേണ്ടത്. അതെ, ഗുജറാത്തിന്റെ അഭിമാനമാണത് ഗിർ. ശരിക്ക് ഈ നമ്മുടെ ഗിറിനെ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുമ്പോഴേ, ഗിറിന് ശരിക്ക് ഏകദേശം എത്ര ലിറ്റർ പാല് ശരിക്ക് നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്? നോർത്ത് ഇന്ത്യയിൽ 30 ലിറ്റർ കിട്ടുന്ന ഗിർ പശുക്കളുണ്ട്. 30 ലിറ്റർ കിട്ടുന്ന ഗിർ പശുക്കളുണ്ട് അല്ലേ? നമ്മൾ വേറെ ഫുഡ് ഫാമിലല്ലാതെ തന്നെ സാധാരണ നാടൻ തീറ്റ കൊടുത്തിട്ട് കിട്ടുന്ന പശുക്കളുണ്ട് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഗിറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമ്മളെങ്ങനെ തിരിച്ചറിയേണ്ടത് എന്ന് പറയാം. ഇപ്പൊ തിരുമേനിയുടെ കയ്യിലിരിക്കുന്ന ഈ ഗിർ, ഈ 14 എണ്ണത്തിൽ ഏതിനത്തിൽ ഇത് ദേശീയ ഗിർ എന്നാണ് അവർ പറയാ. ദേശീയ ഗിർ അങ്ങനെ പറയാൻ കാരണം അത് ഈ പറഞ്ഞ മാതിരി പാൽ ഉൽപാദനം കുറവാണത്. ദേശീയ ഗിറിന് കുറവാണ്. ഒരു 12 ലിറ്റർ മാക്സിമം 14 ലിറ്റർ അത് ഗുജറാത്തിൽ കിട്ടുന്നത്. നമുക്കിവിടെ ഒരു 10-12 ലിറ്റർ മാക്സിമം കിട്ടുള്ളൂ. ഒരു 7-8 ലിറ്റർ ആദ്യത്തെ പ്രസവത്തിലൊക്കെ ഒരു 6 ലിറ്റർ 7 ലിറ്റർ കിട്ടുള്ളൂ രാവിലെ. ഒരു 10 ലിറ്റർ പ്രതീക്ഷിച്ചാൽ മതി കേരളത്തിൽ ആദ്യത്തെ പ്രസവത്തിൽ. ഈ ദേശീയ ഗിറിന്റെ പ്രത്യേകത എന്താ? ദേശീയ ഗിർ ഈ നെറ്റിയുടെ വിരിവ് കുറവായിരിക്കും. ഒറിജിനലാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വിരിഞ്ഞിരിക്കും. പിന്നെ ഈ കണ്ണ് തൂങ്ങിയിരിക്കും, പകുതി അടഞ്ഞ പോലെ ഇരിക്കും ഒറിജിനൽ ഗിറിന്റെ കണ്ണ്. ഇത് കുറച്ചുകൂടി തുറന്നിട്ടായിരിക്കണം. അതെ. പിന്നെ ചെവി ഇത്തിരി അടഞ്ഞിട്ടായിരിക്കും. പിന്നെ ഈ ചെവി കുറച്ചുകൂടി തൂങ്ങി കിടക്കും, മൂക്കുമ്പോ മുട്ടും. 2 ചെവിയും കൂട്ടി പിടിച്ചാൽ അത് മുട്ടിക്കാൻ പറ്റും നമുക്ക്. ഒറിജിനൽ ഗിറിന്റെ അങ്ങനെയാണ്. പിന്നെ നമ്മളെ കൊമ്പ് കുറച്ചുകൂടി താഴ്ന്നിട്ട് വരണം ഒറിജിനലിന്. ഈ കൊമ്പും ചെവിയും തമ്മിൽ ഗ്യാപ്പ് പാടില്ല. ഒറിജിനൽ ഗിറിന് ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇല്ല, ഇതിന് പക്ഷെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഈ താട, ഇത് ദേശീയിൽ തന്നെ നല്ല ക്വാളിറ്റിയാണത്. ഈ താട ഇങ്ങനെ വന്നിട്ട് ഇതാകണ്ടല്ലേ, ഇങ്ങനെ നല്ല പൊക്കിൾ താടയും. ഇത് ഇവിടെ അകിട് വരെ നിൽക്കും, അകിടിന്റെ അവിടേക്ക് പോകും. ഇതാണ് പാലുൽപാദനത്തിന്റെ വലിയൊരു പ്രധാന ഘടകമാണ്. അതെ, ഈ ദേശീയിൽ തന്നെ ക്വാളിറ്റി കൂടിയാണ് ഇങ്ങനെ. ഇതിലും താഴ്ന്ന ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇത്ര വരില്ല. ഈ പൊക്കൽ താടയും ഈ കഴുത്തിലത്തെ താട ഇത്ര തൂങ്ങി നിൽക്കില്ല. അതാണ് വ്യത്യാസം. ഇത് പാല് കൂടുതലുള്ള ടൈപ്പ്, അതാണ് ഈ തൂങ്ങി നിൽക്കണം നല്ലോണം. ഇങ്ങനത്തെ ഈ പൊക്കൽ താട കൂടിയതിന് പാലുൽപാദനം കൂടും. അതുകൊണ്ടാണ് എനിക്ക് 12 ലിറ്റർ വരെ കിട്ടിയത്. പിന്നെ വാല് നിലത്ത് മുട്ടുന്ന ടൈപ്പ്, അത് ദേശീയയിലും ഒറിജിനലായാലും അങ്ങനെ തന്നെ. അതെ, പൂഞ്ഞ കുറച്ചുകൂടി ഉണ്ടാവും ഒറിജിനലാകുമ്പോ. ഇത് കുറച്ച് കുറവാണ്. നമ്മളെ ഒറിജിനൽ എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ദേശീയ ഒറിജിനൽ ഏതുമായിട്ടാണ് കമ്പയർ? അതിപ്പോ ഈ നേരത്തെ പറഞ്ഞ ജസ്റ്റൻ ബ്ലഡ് ലൈൻ. അതെ. പിന്നെ ബാദ്വ, അതുമാതിരി ഭാവനഗർ, പിന്നെ ഗോണ്ടല്. അതെ, അത് അവര് ബ്രീഡ് ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് നാച്ചുറലായിട്ട് പ്രകൃതിയാൽ തന്നെ ബ്രീഡ് ചെയ്ത് വംശശുദ്ധിയായിട്ട് കൊണ്ടുവന്നതാണ്. അതില് ഏറ്റവും പഴക്കം ജസ്റ്റൻ തന്നെയാണ്. അതിന്നും വേറെ ഉരുത്തിരിച്ചെടുത്താണ് ഈ ബാദവിയും ഭാവനഗറും രാജ്കോട്ടും ഗോണ്ടലും ഒക്കെ. ഈ ദേശി ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഈ ഗുജറാത്തിൽ ഏത് ഭാഗത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ഇത് ഗുജറാത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗത്തും കാണും. ഈ ഗ്രാമീണരെ അധികം വളർത്തുന്നത് ഇങ്ങനത്തെയാണ്. ഇത് അവരില് 1-2 പശുക്കളൊന്നല്ല. ഒരു ഗ്രാമീണന്റെ കയ്യില് 15-20 പശുക്കളുണ്ടാവും മിനിമം. 100-ലധികം പശുക്കൾ, 300-ലധികം പശുക്കളുള്ള ഗ്രാമീണന്റെ ഒക്കെ ഉണ്ട്. അവര് മറ്റേ ഗുജറാത്തിന്റെ ഒരു ഏരിയ മുതൽ രാജസ്ഥാന്റെ ബോർഡർ വരെ പോകും. അവർക്ക് ഇതാണ് ബർവാടുകൾ. മെയിനായിട്ട് അവരുടെ കൃഷി ഇതാണ്. ഇതിനെ വളർത്തി പാല് എടുത്ത് വിൽക്കുക.
നെയ്യെടുക്കുക. അതാണ് അവരുടെ പഴയ രീതിയിൽ നെയ്യെടുക്കുക. അവരെ ഉപജീവനതാണ്. അതെ. ഇതാണ് നേരത്തെ പറഞ്ഞ ഗിയറിൽ അപൂർവമായിട്ടുണ്ടാകുന്ന ലിൽഡി. ലിൽഡി എന്നതാണ്. വെള്ളയും കറുപ്പും, അല്ലെങ്കിൽ വെള്ളയും കടും കാപ്പി കളർ. ഈ 2 ടൈപ്പാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞ ഇതിലൊന്ന് പ്രധാനമായിട്ട് ഈ കളറിലുള്ള പ്രത്യേകത. പിന്നെ ചെവി കുറച്ചും കൂടി ഇതാണ്ട് തൂങ്ങി നന്നായിട്ട് കിടക്കും. അങ്ങനെ ഒരു ഇല തൂങ്ങി കിടക്കണ പോലെ. 2 ചെവിയും മൂക്ക് മുട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ കൊമ്പ് താഴത്തേക്ക് ഒന്ന് മേലേക്ക് പോണുണ്ട്, പിന്നെ സൈഡിലേക്ക് പോണുണ്ട്. പിന്നെ കുറച്ചും കൂടി വിരിഞ്ഞ് നിൽക്കണുണ്ട്. പല ടൈപ്പ് ഉണ്ട്. കുറച്ചും കൂടി നെറ്റി ഉരുണ്ട നെറ്റിയാണ്. ഇത് പ്രധാനമായിട്ട് നമ്മളെ വെള്ളം കറുപ്പ് തന്നെയാണ്. ഇതിന്റെ കളർ തന്നെയാണ് മെയിനായിട്ട്. ഇതിന്റെ താടയ്ക്കും ഇതിന്റെ താടയ്ക്ക് അതായി വരണുള്ളൂ. അത് കുട്ടിയാണത്. ഇത് അതേപോലെ വരും. ഇതിന്റെ ആ തള്ളട പോലെ തന്നെ ഇത് വരും. അടുത്ത ഇനം പറഞ്ഞത് സഹിവാള്. ഇത് അധികവും കാണുന്നത് ഹരിയാന, പഞ്ചാബ്, പിന്നെ രാജസ്ഥാൻ. ശരിക്കും സഹിവാളി ഏത് സ്റ്റേറ്റുകാരനാണ് നമ്മള് സഹിവാൾ എന്ന് പറയുമ്പോൾ? ഇത് ഇന്ത്യയിൽ ഇത് ഇന്ത്യയിൽ അധികം കാണുന്നത് പഞ്ചാബിലാണ്. പിന്നെ കാണുന്നത് രാജസ്ഥാനില്. പിന്നെ ഹരിയാനയിലുണ്ട്. അതെ. ഗംഗാനഗർ ജില്ല, പിന്നെ മറ്റേ അജ്മീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയൊക്കെയാണ് ഇത് അധികം കാണുന്നത്. അതെ. സഹിവാള് നല്ലോണം പാല് ഉൽപാദനമുള്ളതുണ്ട്. 20 ലിറ്ററൊക്കെ കിട്ടുന്ന സഹിവാളുണ്ട്. രാജസ്ഥാനിലുണ്ട്, പഞ്ചാബിലുണ്ട്. 25 ലിറ്റർ, 26 ലിറ്ററൊക്കെ കിട്ടുന്ന സഹിവാളുണ്ട്. പ്രതിരോധശേഷി എന്താണ്? പ്രതിരോധശക്തി നല്ല പ്രതിരോധശക്തിയാണ്. പിന്നെ നല്ല സഹിവാള് എല്ലാം ഈ ഒറ്റ കളറിലെ കാണുള്ളൂ. റെഡ് കളർ. ഡാർക്ക് റെഡ് കളർ ഭൂരിഭാഗം ഇത് തന്നെയാണ്. പിന്നെ അപൂർവമായിട്ട് ഈ പറഞ്ഞ മാതിരി ഗോൾഡൻ സഹിവാളുണ്ട്. അതുപോലെ കാലാ കപില എന്ന് പറഞ്ഞിട്ട് കറുത്ത സഹിവാളുണ്ട്. അത് വളരെ വളരെ അപൂർവമാണ്. അത് അകിടും മൊലയും ഒക്കെ കറുപ്പായിരിക്കും. ചെവിയുടെ ഉള്ളില് ഒക്കെ കറുപ്പായിരിക്കും. കാലാ കപില എന്ന് അവർ പറയാം. പിന്നെ ഉള്ളത് ഗോൾഡൻ സഹിവാണ്. അത് ഈ പറഞ്ഞ ഒരു കണ്ണിന് ഐമാർക്കൊക്കെ ഉണ്ടാവും. എല്ലാ കൊമ്പും കുളമ്പൊക്കെ ഈ വെള്ളാരങ്കല് പോലെ ഇരിക്കും. കൃഷ്ണമണിയൊക്കെ. സഹിവാള് കാലാവസ്ഥയെ പ്രതിരോധിക്കും. എത്ര ചൂടായിട്ട് അതിജീവിക്കും. പിന്നെ നീണ്ട കറവ് കിട്ടും. കൊമ്പില്ലാത്ത ടൈപ്പും ഉണ്ട്, കൊമ്പുള്ള ടൈപ്പും ഉണ്ട്. ഇത് കുറഞ്ഞ കൊമ്പുള്ള ടൈപ്പാ. തീരെ കൊമ്പില്ലാത്ത ടൈപ്പും ഉണ്ട്. നമ്മുടെ നാടിന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലേ സഹിവാളിന്റെ ചെവിക്ക് ഗിറിന്റെ ചെവിന്ന് കുറവാണ്. നീളം പകുതിയോളമല്ലോ. പിന്നെ ഈ നെറ്റിയുടെ ഇതിങ്ങനെ ഒരു കോൺ പോലെ ഇരിക്കും. പിന്നെ കണ്ണ് കണ്ടോ എഴുതിയ പോലെ, കണ്ണെഴുതിയ പോലെയാണ്. അപൂർവം സഹിവാളിന് ഈ കണ്ണില് വെച്ചൂരിന്റെ പോലെ കൈമാർക്കുണ്ടാവും. തുറന്ന കണ്ണന്നെ ആയിരിക്കും. ഇല്ല, നെറ്റി ഉരുണ്ട നെറ്റിയല്ല, പരപ്പില്ല. ഇങ്ങനെ കോണ് പോലെ ആയിരിക്കും. ഈ 2 കണ്ണിന്റെ അവിടുന്ന് മുകളിലേക്ക് കൊമ്പിന്റെ അവിടേക്ക് കോണ് പോലെ ആയിരിക്കും. താട എല്ലാറ്റിനും ഒരുവിധം ഉള്ള പശുക്കളാണ് നാടനില്. നല്ല ഇതിനൊക്കെ താടയുള്ള സഹിവാളുണ്ട്. അത് ചൂട് പ്രതിരോധിക്കാനാണ് ഈ താട മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചൂട് വരെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. അത് പാലുൽപാദനം കൂടിയത് നേരത്തെ പറഞ്ഞ പോലെ ആ പൊക്കിൽ താട വരുന്ന അകിട് വരെ പോകും. പിന്നെ ഹൈറ്റ് ഗിറിനേക്കാളും കമ്മിയാണോ? ഒരു മീഡിയം ഹൈറ്റ് ഉണ്ടാവുള്ളൂ. ഇതൊരു മീഡിയം സഹിവാളാ. ഇതിലും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള സഹിവാളുണ്ട്. ഇത് നമ്മൾ അടുത്ത് പറഞ്ഞ റെഡ് സിന്ധി, ലാൽ സിന്ധി എന്ന് ഹിന്ദിയിൽ പറയും. ഇതിന്റെ ഒറിജിൻ ശരിക്ക് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയില്, സിന്ധ് ജില്ലയില്, അവിടെയാണ് ഇതിന്റെ ഒറിജിൻ. പ്രധാനമായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇത് മെയിനായിട്ട് രാജസ്ഥാനിലാണ് കാണുന്നത്. പിന്നെ ഇപ്പൊ ഉത്തരാഖണ്ഡില് അവര് ഇതിന്റെ സർക്കാർ പ്രത്യേകമായിട്ട് ബ്രീഡിംഗ് സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു 100-300 റെഡ് സിന്ധി ഉണ്ട്. പിന്നെ തുടങ്ങിയിട്ടുള്ളത് തമിഴ്നാട്ടിലൊരു ഡോക്ടർ ദുരൈസ്വാമി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തുടങ്ങിയിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ഒരു 10-100 എണ്ണത്തിലധികം ഉണ്ട് ഇപ്പോൾ.
റെഡ് സിന്ധി മാത്രം. ഈ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴേ ആ ഇവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? തിരുമേനി ഇപ്പൊ അത് ഉത്തരേന്ത്യ പോയി കണ്ടതാണല്ലോ, തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? കണ്ടിട്ടുണ്ട്, രണ്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോ എന്തെങ്കിലും ഒരു പ്രകടമായ പ്രത്യേകിച്ചൊരു മാറ്റം ഞാൻ കണ്ടിട്ടില്ല. കാലാവസ്ഥ അത് ഏകദേശം ഒരേപോലെ തന്നെയാണ് അവിടെ. പാലുൽപാദനത്തിലും കുറവില്ല അവിടെ. കുറവില്ല ഇല്ല. അല്ലേ? നമുക്ക് വേറെ പ്രശ്നം അത് വരുന്നില്ല അല്ലേ? അല്ലല്ല. ഇത് ശരിക്കും ഉത്തരേന്ത്യ പ്രധാനമായിട്ട് കർഷകർ വളർത്തുന്നത് നമ്മളെ പഞ്ചാബിലാണ് അല്ലേ? മെയിനായിട്ട് രാജസ്ഥാനിലാണ്. അതെ അതെ, രാജസ്ഥാനിലെ ജനങ്ങൾ കൂടുതലായിട്ടും റെഡ് സിന്ധിയാണ്. അതെ അതെ, കൂടുതലായിട്ട്. അവിടുത്തെ ചൂട് തന്നെയായിരിക്കും ഇവരുടെ ചൂട് താങ്ങാൻ ഒരു പ്രശ്നമില്ല ഇവർക്ക്. എത്ര ഉയർന്ന പ്രതിരോധ ചൂടായാലും ഇവർ അതിജീവിക്കും. പിന്നെ നല്ല കട്ടിയുള്ള പാല്. എത്ര ലിറ്റർ പാല് വരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഇത് 16 ലിറ്റർ 18 ലിറ്റർ കിട്ടുന്ന റെഡ് സിന്ധി ഒക്കെ ഉണ്ട്. ആ ഇതിപ്പോ രാജസ്ഥാനിലാണെങ്കിൽ എനിക്കൊരു 16 ലിറ്റർ കിട്ടും. ഇതിവിടെ കാരണം നമുക്ക് 12 മാക്സിമം കിട്ടിയിട്ടുള്ളൂ. അതെ. ഏകദേശം എത്ര വർഷം വരെ, ഒരു വർഷം വരെ ഉണ്ടോ? ധാരാളം ഉണ്ട്. ഒരു വർഷം വരെ ധാരാളം കിട്ടും. ആ ഓക്കെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റിയൊരു. അതെ. റെഡ് സിന്ധിയുടെ മറ്റേവരെ ഇപ്പോൾ നമ്മൾ ഗിറിനെയും മറ്റേ ഇതിനൊക്കെ പരിചയപ്പെട്ടു, സഹിവാളിനൊക്കെ. റെഡ് സിന്ധിയുടെ പ്രകടമായ വ്യത്യാസം ഇതിന്റെ നെറ്റിയുടെ വിരിവ് സഹിവാളിന്റെ വിരിവിനൊക്കെ കൂടും. വിരിവുണ്ട്. കണ്ണ് ഏകദേശം കണ്ണ് എഴുതിയ പോലെ തന്നെയാണ്. പിന്നെ കണ്ണിന് ചുറ്റും ഈ മാർക്ക് ഉണ്ടാവില്ല. ചെവി പിന്നെ സഹിവാളിന്റെ അതേ ചെവി തന്നെയാണ്. അതേ മോഡൽ തന്നെയാണ്. തൂങ്ങി ചെവി തന്നെയാണ്. ആ കണ്ണിനെ മറയ്ക്കുന്ന ചെവി തന്നെയാണ്. പിന്നെ ഈ കണ്ണ് എഴുതിയ പോലെ കണ്ണും തുറന്ന കണ്ണ് തന്നെയാണ്. കൊമ്പ് ഇങ്ങനെ തന്നെയാണ് വരിക. രണ്ട് സൈഡിലേക്ക് കുറച്ച് വളഞ്ഞിട്ട് പോവും. അതെ. ഈ നമ്മളെ ഈ താടക്ക് എനിക്ക് തോന്നുന്നു മറ്റവരെക്കാളും അത് പ്രായം കൂടുതലുകൊണ്ടാണോ? അല്ലല്ല, താട കുറച്ചും കൂടി കൂടുതലുണ്ട് അല്ലേ? ആ പൊക്കിൽ താടയും അല്ലേ? അതെ, അങ്ങനെ പോവും. അത് അങ്ങനെ പോകൂല്ലേ? അതെ. ശരിക്ക് ഇച്ചിരി ഉഷാറുള്ള ഒരു ബ്രീഡ് എന്ന് പറയാൻ ശരിക്കും സിന്ധി ഇത്തിരി പെർഫെക്റ്റ് ആ തോന്നുന്നു. ഇതെന്താ വെച്ചാല് ഇത് രാജസ്ഥാനിൽ തന്നെ റയറാണത്. റയറാണോ? അപൂർവമാണത്. വളരെ കുറവുള്ള ഈ സാധനം. ഹമ്പ് കുറവാണോ? ഹമ്പ് ഇത്തിരി കുറവാണ്. പിന്നെ ഈ ഒറ്റ കളറിലുണ്ടാവുള്ളത്. ഇത് ഒറ്റ കളറുണ്ടാവുള്ളൂ. അതെ, ഒറ്റ കളർ തന്നെ ഉണ്ടാവുള്ളൂ. ഇതില് പാച്ച് അല്ലെങ്കിൽ പാണ്ടുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നുമില്ല. ഇതില് അപൂർവമായിട്ട് 1-2 ഞാൻ കണ്ടിട്ടുള്ളൂ കറുപ്പുണ്ട്. അപൂർവം കാലാ റെഡ് സിന്ധി കൊണ്ട്. കാലാ സിന്ധി എന്നതിന് പറയവര്. അപൂർവം. ഞാൻ ആകെ 2 കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതില് അപൂർവമായിട്ട് ഈ പറഞ്ഞ മാതിരി ഗോൾഡൻ കപില. അപൂർവം. ഞാൻ ഒരെണ്ണം ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതും അപൂർവമാണ്. ഇത് കൊമ്പില്ലാത്ത ടൈപ്പ് ഇല്ല, കൊമ്പുള്ള തന്നെയാണ്. തിരുമേനി, അപ്പൊ നമ്മളിപ്പോ റെഡ് സിന്ധിയുടെ, സഹിവാളിന്റെ, ഗിറിന്റെ ഒക്കെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് തിരുമേനി നമുക്ക് നൽകിയത്. ഇനി എനിക്ക് ഒറ്റ കാര്യം കൂടെ ചോദിക്കാനുള്ളൂ. അതായത് നമ്മളിപ്പോ ഇവിടെ 3 എണ്ണത്തിനും തിരുമേനി നോർത്ത് ഇന്ത്യയിൽ പോയി കണ്ട് പരിചയിച്ച് അവയെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി ഉള്ള ഒരു വലിയൊരു എക്സ്പീരിയൻസ് തിരുമേനിക്കുണ്ട്. ഇതിന് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, നമ്മളിപ്പോൾ 3 എണ്ണത്തിനും പറഞ്ഞുവല്ലോ, നമ്മൾ കേരളത്തിലൊരാള്, ഒരു നാടൻ പശുവിനെ സ്നേഹിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരിക എന്ന് വിചാരിക്കാം. അയാൾക്ക് ഇപ്പൊ പാല് കൂടുതലുള്ളത് ഇപ്പൊ നമ്മളെ നോർത്ത് ഇന്ത്യൻ പശുക്കൾ തന്നെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ 3 എണ്ണത്തിൽ ഏതിനെയാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് വാങ്ങിക്കാൻ? അതായത് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇച്ചിരി കൂടി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോകാം എന്നുള്ളത് ഈ 3ഉം കൂടി വെച്ച് നോക്കുമ്പോൾ തിരുമേനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏതാ? എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി നല്ലതും അല്ലെങ്കിൽ കിട്ടാൻ എളുപ്പവും ഗീർ തന്നെയാണ്. ഒരു പുതിയൊരു സംരംഭം തുടങ്ങുകയാണ്. ഇപ്പോൾ ഒരു 5 പശു അല്ലെങ്കിൽ 10 പശു വെച്ച് തുടങ്ങുമ്പോൾ ഒരു കാള ഗീറിൻ്റെയും ഒരു 5 പശുവും ഗീർ പശു ഉണ്ടെങ്കിൽ ആ ഒരു ചെറിയ തോതിൽ അവന് പുറത്ത് പാൽ വിൽക്കാനും പറ്റും. ഇനിയിപ്പോൾ സങ്കരയിനം പശുവിൻ്റെ വിലയ്ക്ക്, ആ പശുവിൻ്റെ പാലിൻ്റെ വിലയ്ക്ക് വിറ്റാലും അവനത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കിട്ടാൻ എളുപ്പവും ഗീറാണ്. ഗീറും സഹിവാണ്. സങ്കരയിനവുമായി വെച്ച് നോക്കുമ്പോൾ അതേ ഒരു അളവ് പാല് നമുക്ക് ഇതിൽ കിട്ടും. അതെ, കിട്ടും. അതായത് അവനൊരു ജീവിച്ചു പോകാനുള്ള മാർഗം എന്തായാലും ഈ ഒരു ഇതിന്ന് കഴിയും. പാല് വിറ്റിട്ടായാലും കിട്ടുമല്ലേ? അതെ. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ തിരുമേനിയുടെ ഒരുപാട് വിവരങ്ങളാണ് ഇനി ഈ ഒരു ആഴ്ചയിലൂടെ നിങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഉത്തരേന്ത്യൻ ബ്രീഡുകളായിട്ടുള്ള ഈ 3 ഇനം പശുക്കളും ഇന്ന് കേരളത്തിൽ പല കർഷകരും വാങ്ങി വളർത്തുന്നുണ്ട്.
എന്താണ് അവയുടെ പ്രത്യേകത എന്നോ എങ്ങനെയാണ് അവയെ തിരഞ്ഞെടുക്കേണ്ടതെന്നോ അവയ്ക്കുള്ളൊരു ഗുണം എന്താണെന്നോ പലർക്കും അറിവില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പല ആളുകൾക്കും അറിയില്ല, അറിവുള്ള ഒരുപാട് ആളുകളുണ്ട്. അതല്ലാതെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ പശുക്കളെ പറ്റി അറിയേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ എൻ്റെ യാത്രയിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും എനിക്കും ഒരുപാട് അറിവുകളാണ് തിരുമേനി തന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം ഇത് ഇവിടെയുള്ള ഇപ്പം നമ്മൾക്ക് നാടൻ പശുക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ക്ഷീരമേഖലയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ആളുകൾക്ക് വളർത്താൻ പറ്റിയ ബ്രീഡുകളാണ്. അതുമാത്രമല്ല ഒരാളുടെ കുടുംബം സുഖസുന്ദരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡുകളുമാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ തന്ന സപ്പോർട്ടോട് കൂടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക, നമ്മുടെ വീഡിയോകൾ, ഓർഗാനിക് കേരളത്തിൻ്റെ വീഡിയോകൾ എല്ലായിടത്തും എത്തിക്കുക. തിരുമേനിയെ പോലെയുള്ളവർ ലോകമൊട്ടാകെ അറിയട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ